എസെക്കിയേലിന്റെ പുസ്തകത്തിലുള്ള വായന 24-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. എങ്കിലും നീ കരയുകയോ പ്രലപിക്കുകയോ അരുത്. നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകരുത്. നെടുവീർപ്പിടാം, എന്നാൽ ഉച്ചത്തിലാകരുത്. മരിച്ചവരെ ഓർത്ത് നീ വിലപിക്കരുത്. നീ തലപ്പാവ് കെട്ടുകയും പാദുകങ്ങൾ അഴിയുകയും ചെയ്യുക. നീ അധരം മറക്കരുത്. വിലാപഭോജ്യം ഭക്ഷിക്കുകയുമരുത്. പ്രഭാതത്തിൽ ഞാനിങ്ങനെ ജനത്തോട് സംസാരിച്ചു. സായങ്കാലത്ത് എൻ്റെ ഭാര്യ അന്തരിച്ചു. എന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ഞാൻ അടുത്ത പ്രഭാതത്തിൽ പ്രവർത്തിച്ചു. ജനം എന്നോട് ചോദിച്ചു, നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് ഞങ്ങളോട് പറയുകയില്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നുവെന്ന് ഇസ്രായേൽ ജനത്തോട് പറയുക. നിങ്ങളുടെ ശക്തിയുടെ അഭിമാനവും കണ്ണുകൾക്ക് ആനന്ദ വിഷയവും ഹൃദയത്തിൻ്റെ അഭിലാഷവുമായ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ അശുദ്ധമാക്കും. നീ വിട്ടുപോന്ന പുത്രന്മാരും വാളിനിടയാകും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അധരം മറയ്ക്കുകയോ വിലാപഭോജ്യം ഭക്ഷിക്കുകയോ ഇല്ല. നിങ്ങളുടെ തലയിൽ തലപ്പാവും കാലുകളിൽ പാദുകങ്ങളും ഉണ്ടാകും. നിങ്ങൾ കരയുകയോ പ്രലപിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ചു പോകും. ഓരോരുത്തരും അപരനെ നോക്കി ഞെരുങ്ങും. ഇങ്ങനെ എസെക്കിയേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യും. ഇവ സംഭവിക്കുമ്പോൾ ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? നല്ലവൻ ഒരുവൻ മാത്രം. ജീവനിൽ പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിവചിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.